ഹലോ ഗൈസ്, ഈ ദുനിയാവിൽ എന്ന് സന്തോഷമായിട്ടിരിക്കാൻ ഇമ്മണി പാടാണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ഈ 30കളിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് നമുക്ക് ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല. ഇൻഫാക്റ്റ് നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒരു ഹാപ്പിനെസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. പലപ്പോഴും ജീവിതത്തിൽ തിരക്കുകൾ കാരണം ചെയ്യാൻ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തൊന്ന് ചെയ്തു നോക്കുന്നേ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കും അതുപോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടില്ല. അല്ലെ നമുക്കതില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ചില സ്കിൽസ് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ പാട്ട് പാടുന്നതാകാം, ഡാൻസ് കളിക്കുന്നതാകാം, അല്ലെങ്കിൽ ആക്ടിങ്, ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാനുള്ള ഒരു ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു യാത്ര പോകാനുള്ള ധൈര്യവും ആകാം. അതൊക്കെ ഒന്ന് നടത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങി വെക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഗൈസ്. കുറച്ച് ദിവസം മുന്നേ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഡയന നിയാർഡ് എന്ന ലോങ് ഡിസ്റ്റൻസ് സ്വിമ്മറിന്റെ മൂവി കണ്ടു കേട്ടോ. 28-ാം വയസ്സിൽ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ക്യൂബ ടു ഫ്ലോറിഡ എന്ന ലോങ് ഡിസ്റ്റൻസ് സ്വിമ്മിങ് അവർക്ക് ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അത് അവർ അറ്റംപ്റ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ടു. പിന്നീട് അവരുടെ 61-ാം വയസ്സിലാണ് വീണ്ടും ആ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. പക്ഷെ വീണ്ടും അവർ 3 തവണ പരാജയപ്പെട്ടു. പിന്നീട് 64-ാം വയസ്സിൽ കടലിലെ ഒരുപാട് പ്രതിസന്ധികളായ ഷാർക്ക്, ജെല്ലി ഫിഷ്, ശക്തമായ തിരമാലകള്, അതുപോലെ 53 മണിക്കൂറിലധികം ഉറക്കമില്ലാതെയും വിശ്രമമില്ലാതെയും ഒക്കെ അവർ ആ സ്വപ്നം ലോങ് ഡിസ്റ്റൻസ് സ്വിമ്മിംഗ് ലെജൻഡ് എന്ന ടൈറ്റിലിന് ഉടമയായി. പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിജയം നേടാനുള്ള പാതയുടെ ഭാഗമാണെന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ലെന്നും കൺസിസ്റ്റൻസി ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ കയ്യെത്തി പിടിക്കാം എന്നതുമാണ് അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. പിന്നെ ഡയന പറയുന്നത് ഇത് താൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത വിജയമല്ല, ഇതൊരു ടീം വർക്ക് ആണെന്നാണ് കേട്ടോ. കാരണം നമുക്ക് ആ മൂവി കാണുമ്പോൾ അറിയാം, അവരെ സഹായിക്കാനായിട്ട് ഒരു ടീം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം അവരെ പിന്തുണയ്ക്കാൻ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ഒറ്റ സുഹൃത്തായ ബോണി സ്റ്റോൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും കൂടെ ഇല്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്ത് മതിയെന്നേ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ. സ്വപ്നങ്ങൾക്ക് പ്രായപരിധിയില്ല, അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ഒരിക്കലും പേടിക്കണ്ട. പക്ഷെ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റണം. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ആ ഓരോ സ്റ്റെപ്പും ആ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗൈസ്, സമയം കിട്ടുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് ഈ മൂവി ഒന്ന് കാണുക. ഏജ് ഇസ് നോട്ട് എ ബാരിയർ എന്നും പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറിയും കൂടെയാണ് ഈ ഒരു മൂവി.